ആ സുബൈറക്ക അടക്കി അടക്കി എങ്ങോട്ട് പോണേ? ഞാനേ അക്കരമ്പൽ ഒരു സ്ഥലമുണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. ആ ഞങ്ങൾ നിങ്ങളെ വീട് പോയി കണ്ടിരുന്ന്. എൻ്റെ അളിയാനാണ്, മൂപ്പർക്ക് വേണ്ടിയിട്ടാണ്. വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണ്ടാ? അല്ലടാ, എനിക്ക് ഞാൻ ചോദിച്ചത് കിട്ടണം, എന്നാലേ എനിക്ക് സ്ഥലം വാങ്ങാനും വീട് വെക്കാനും പൈസ തികയുള്ളൂ. എന്നാ ഷെഫിക്ക് നമുക്കിതിൻ്റെ തർക്കം വേണ്ട. വീട് വന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അതുകൊണ്ട് ഉറപ്പിക്കാം. എന്നായിക്കോട്ടെ, ഇൻഷാല്ലാ നമുക്ക് ആ 12 മണി ഉറപ്പിക്കാം. ആയിക്കോട്ടെ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നമില്ല. അല്ല ഇപ്പൊ നിങ്ങൾ എന്തിപ്പോ അത് കൊടുക്കാനുള്ളൊരു തീരുമാനം ഇപ്പൊ എന്ത്? അതൊന്നും അല്ലടാ, ഏട്ടനും അച്ഛന്മാരെല്ലാരും കൂടി ഒരു കുച്ചിലാവുമ്പോഴേ ഞമ്മക്ക് എല്ലാം കൂടി ഒരു പ്രയാസം തോന്നാം, അതുകൊണ്ടാടാ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം അളിയാ. നാളെ പൈസ ഓക്കെ ഓക്കെ ഒരു പകുതി ഞങ്ങൾ നാളെ തരാം. ആയിക്കോട്ടെ. നിങ്ങളെ ആധാരം ഒന്ന്. ആധാരം ഞാൻ തരാം. ആ ആയിക്കോട്ടെ, എന്നാ ഞങ്ങൾ പോട്ടെ. ആയിക്കോട്ടെ, എന്നാ ശരി. ഓക്കെ. അസ്സലാമലൈക്കും. എവിടുന്ന് പൊങ്ങലാണ്ടി വയ്ക്കുന്നത്? ആ മയ്യക്ക, ഞങ്ങള് നിങ്ങളെ അൻസിന് അബുവിന്റെ ആ വീടും സ്ഥലം അളിയാനാണ്, മൂപ്പർക്ക് വേണ്ടിട്ട് അത് കാണാൻ വേണ്ടിട്ട് പോയതായിരുന്നു. കച്ചവടമൊക്കെ ഏകദേശം റെഡിയായി. ആര്? എന്റെ അഞ്ചൻ അബുവിന്റെ? ആ അതിപ്പോ എങ്ങനെ ശരിയാകുക? ഞങ്ങള് നാളെ അഡ്വാൻസ് കൊടുക്കാനുള്ള പരിപാടിയില്ല. മൂപ്പരപ്പം നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങളിപ്പോ പോയിക്കോളി, ഞാൻ ഓനായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കെ. ഹലോ അബുവോ, ഞാനിവിടെ കുളത്തിന്റെ അടുത്തുണ്ട്, ഇജ്ജ് ഒന്നും ഇങ്ങോട്ട് വന്നാ. അർജന്റാ? എടാ, ആ ഷെഫീഖും അലിയനൂടാണ് പോണുണ്ട്. ഓരോ എന്റെ വീട് നോക്കാൻ വന്നാണെന്ന് അറിഞ്ഞ് ഇജ്ജ് വീട് വിൽക്കാന്ന് ഒരു പറഞ്ഞ്. എന്റെ ഏട്ടനായ എന്റെ അയലക്കത്തുള്ള ഞാൻ അറിഞ്ഞില്ല. അത് ശരിയാണ് കാക്ക, എനിക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാരും കൂടി ഇങ്ങനെ ഒരു കൂട്ടത്തിലാവുമ്പോ. എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇജ്ജ് എന്നോട് പറയ്, നമുക്ക് പരിഹരിക്കാമല്ലോ. ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു അകൽച്ച ഉണ്ടാകാതിരിക്കാന് ഒന്നണ്ട് അകലാന്ന് വിചാരിച്ച. അതൊന്നും ശരിയാവില്ലടാ. നമ്മളില്ലെങ്കിൽ നമ്മളെല്ലാരും ഒരേ അമ്മാന്റെ വയറ്റുനിന്ന് പോന്നവരല്ലേ. നമ്മളെല്ലാരും കൂടി താമസിക്കാനല്ലേ ഇങ്ങനെ പേരെടുത്തത്. നമ്മളെ പെരയിലെ പെണ്ണുങ്ങൾ പലയിടത്തുനിന്നും വന്നവരല്ലേ. അതൊന്നും അങ്ങനെ ഒജ്ജി പോയാൽ എൻ്റെ ഒരു ബലത്തെ കഴിച്ചാണ്ട് പോണ വൈദ്യല്ലേ. എന്നാലും അത് ശരിയാവില്ല കാക്ക. എന്ത് ശരിയാവൂല എന്ന് ഇജ്ജ് പറയണത്? ഇജ്ജ് അവിടുന്ന് മാറി പോകാതിരിക്കാൻ ഞങ്ങൾ എന്താടാ ചെയ്യേണ്ടത്? ഇല്ല കാക്ക, എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയ. സോറി കാക്ക, സോറി, പറ്റിയതാണ്. ആ ഒരു ഒറ്റ ചോദ്യത്തിൻ്റെ മുന്നിൽ മഞ്ഞൊരുകുന്നത് പോലെയല്ലേ അനിയൻ്റെ ആ മനസ്സൊരുകിക്കളഞ്ഞത്. നമുക്കൊക്കെ ഇങ്ങനെ എത്ര പേർക്ക് പറയാനാവും?